നമസ്കാരം. കുറച്ചുനാൾ മുമ്പ് നടന്നൊരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്ക് തുടങ്ങാം. കുറച്ചുനാൾ മുമ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു വ്യാഴവട്ടക്കാലത്തിന് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2012 നവംബർ മാസത്തിൽ നടന്നൊരു സംഭവമാണ്. അന്ന് കൊച്ചി തുറമുഖത്തേക്ക് അനധികൃതമായി രക്തചന്ദനം കടത്തുന്നു, തുറമുഖം വഴി രക്തചന്ദനം വിദേശത്തേക്ക് കടത്തുന്നു എന്നുള്ള ചില വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസിൻ്റെയും CBIയുടെയും ഉദ്യോഗസ്ഥന്മാർ ഇത് അന്വേഷിച്ചുകൊണ്ട് കൊച്ചി തുറമുഖത്ത് എത്തി. അവർ മനസ്സിലാക്കിയത് ചില കണ്ടെയ്നറുകൾ, രക്തചന്ദനം നിറച്ച ചില കണ്ടെയ്നറുകൾ കൊച്ചി തുറമുഖത്തിന് അകത്തേക്ക് കടന്നിട്ടുണ്ട്, വല്ലാർപാടം ടെർമിനലിനകത്തേക്ക് പോയിട്ടുണ്ട് എന്നാണ്. ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി, ഇത് റെയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി DRIയുടെയും അതുപോലെ തന്നെ CBIയുടെയും ഒരു സംയുക്ത ഓപ്പറേഷൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാർ വല്ലാർപാടം തുറമുഖത്തേക്ക്, ടെർമിനലിന് അകത്തേക്ക് ചെന്നുവെങ്കിലും അവർക്ക് അതിന് അനുമതി നിഷേധിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അന്ന് DRIയുടെ അതുപോലെ തന്നെ CBIയുടെ ഉദ്യോഗസ്ഥന്മാർ വിയർത്ത് കുളിച്ച് വിഷണ്ണരായി ആ തുറമുഖത്തിൻ്റെ ടെർമിനലിന് പുറത്ത് മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഒടുവിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടാണ് അന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ടെർമിനലിനകത്ത് അകത്തേക്ക് കയറാനും പരിശോധിക്കാനും കഴിഞ്ഞത്. ആ കള്ളക്കടത്ത് കേസ്, രക്തചന്ദനത്തിൻ്റെ കള്ളക്കടത്ത് കേസ് എങ്ങനെയായി, അതെങ്ങനെ അവസാനിച്ചു, എന്തെങ്കിലും കണ്ടെത്തിയോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്ക് കൃത്യമായ വിവരങ്ങളില്ല. അന്ന് വന്ന ചില പത്രവാർത്തകൾ അനുസരിച്ച് അന്നത്തെ SEZ സ്റ്റാറ്റസ് ഉപയോഗിച്ചുകൊണ്ട് അന്നത്തെ കമ്മീഷണർ ഇവർക്ക് അതിനകത്തേക്ക് കയറാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാരെ പ്രവേശിപ്പിക്കാതിരുന്നത്. ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത് ഏതാണ്ട് 10-14 വർഷം മുമ്പ് എങ്ങനെയാണ് ഈ രാജ്യത്തെ അന്വേഷണ ഏജൻസികളുടെ ഒരു സ്ഥിതി എന്നതായിരുന്നു. അവർക്ക് പല കാര്യങ്ങളിലും അവർക്ക് കൃത്യമായി അന്വേഷിക്കുന്നതിന് വേണ്ട പല്ലും നഖമോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ഈ വല്ലാർപാടം ടെർമിനലിനകത്തേക്ക് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അനുമതി നിഷേധിക്കാൻ ഇടയായ സാഹചര്യം. പിന്നീട് ഇത് കേന്ദ്രത്തിലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ധനകാര്യ വകുപ്പും ഒക്കെ ആയിട്ടുള്ളൊരു അധികാര തർക്കത്തിലേക്കും ഒക്കെ പോയെങ്കിലും അത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് പരിഹരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇത്തരം അന്വേഷണ ഏജൻസികൾക്ക് ഏതറ്റം വരെ പോകാം, ഏത് രീതിയിലെല്ലാം കയറി അന്വേഷിക്കാം, അവരുടെ അധികാര പരിധികൾ എവിടെയാണ് എന്നൊക്കെയുള്ളൊരു കൃത്യമായൊരു വര, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചില കാര്യങ്ങൾ 2014 മോദി സർക്കാർ അധികാരത്തിന് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. അത് നല്ലതായിരുന്നോ ചീത്തയായിരുന്നോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വേറെ ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷേ 2014 ശേഷം കണ്ട കാഴ്ച അതല്ല. ഇത്തരം ഏജൻസികൾക്കെല്ലാം വല്ലാതെ അധികാരങ്ങൾ കൊടുത്ത് അവർക്ക് പല്ലും നഖവും കൂർത്ത ദ്രംഷ്ടകളുമൊക്കെ ആയിട്ട് അവർ അങ്ങ് രംഗത്തേക്ക് വേട്ടപ്പട്ടികളെ പോലെ കുരച്ചു ചാടിക്കൊണ്ട് അന്വേഷണ കാര്യങ്ങളിലേക്കും റെയ്ഡുകളിലേക്കും കടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് 2014 ശേഷം നമ്മൾ കണ്ടത്. നരേന്ദ്രമോദി അധികാരത്തിന് വന്നതിന് ശേഷം ഇത്തരം ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാം, അധികാരങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി ഈ ഏജൻസികളെ വേട്ടപ്പെട്ടികളെ പോലെ തലങ്ങും വിലങ്ങും പായിച്ചുകൊണ്ട് എങ്ങനെ പ്രതിപക്ഷ നേതാക്കന്മാരെയും അതുപോലെ തന്നെ തങ്ങളെ എതിർക്കുന്ന ശക്തികളെയും തങ്ങൾക്കെതിരായി എതിർ ശബ്ദം പുറപ്പെടുവിക്കുന്ന ആളുകളെയും ഒക്കെ എങ്ങനെ തകർക്കാം എന്ന് ഗവേഷണം നടത്തി ഈ ഇത്തരം ഏജൻസികളെ കയറൂരി വിടുന്ന, അവരുടെ ചങ്ങല അഴിച്ചു വിടുന്നൊരു സ്ഥിതിവിശേഷമാണ് 2014 ശേഷം കണ്ടത്. അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് രാജ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് അധികാരത്തിലേക്ക് എത്തിച്ച ഒരു മുഖ്യമന്ത്രിയുടെ വസതിയിൽ കയറി അദ്ദേഹത്തെ രാത്രിക്ക് രാത്രി പിടിച്ചിറക്കിക്കൊണ്ട് പോകുന്ന ഒരു ധിക്കാരത്തിലേക്കും ധാർഷ്ട്യം കലരുന്ന ഒരു നടപടികളിലേക്കും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പോലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഈ ഏജൻസി എത്തിച്ചേരാൻ കാരണം. കൃത്യമായി ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് CBI, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, ഇൻകം ടാക്സ് തുടങ്ങിയ
കാര്യങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരെ തങ്ങളുടെ ആജ്ഞാനുവർത്തികളായി ചെരുപ്പ് നക്കികളായി ഉപയോഗിച്ചുകൊണ്ട് അവരെ ചങ്ങല അഴിച്ചു വിട്ടുകൊണ്ട് വേട്ടപ്പട്ടികളെ പോലെ തുറന്നു വിട്ടുകൊണ്ട് രാജ്യത്തെ ഭരണം എങ്ങനെ കൈപ്പിടിയിൽ ഒതുക്കാം, കോർപ്പറേറ്റ് മേഖലയെ, വ്യവസായികളെ, രാഷ്ട്രീയ നേതാക്കന്മാരെ എങ്ങനെ മെരുക്കാം, നിയന്ത്രിക്കാം എന്ന് കണ്ടെത്തിയതാണ് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്ന്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ED എന്ന് പറയുന്ന ഈ സാധനം 1956 മെയ് 1 മുതൽ ഈ രാജ്യത്തുണ്ടായിരുന്നു. അന്ന് അത് ഒരു എൻഫോഴ്സ്മെൻറ്റ് യൂണിറ്റ് എന്നുള്ള രീതിയിലാണ് തുടക്കം കുറിച്ചത്. 1957 അത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്നുള്ള രീതിയിലേക്ക് ഉയർത്തുകയും അങ്ങനെ 1957 ED എന്ന് പറയുന്ന സ്ഥാപനം ഔദ്യോഗികമായി നിലവിൽ വരുന്നത്. എന്നാൽ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ ഏജൻസി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്, ഇവയെ എങ്ങനെയെല്ലാം ദുരുപയോഗം ചെയ്യാം, എങ്ങനെയെല്ലാം ഇവരെ പ്രതിപക്ഷ നേതാക്കന്മാരുടെ വസതികളിലേക്കും ഓഫീസുകളിലേക്കും കടത്തിവിട്ട് അവരെ എല്ലാം നിയമ നടപടികളിലേക്കും പല കേസുകളിലേക്കും കുരുക്കാം എന്ന് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ അദാനിക്കും തങ്ങൾക്ക് വേണ്ടപ്പെട്ട കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയൊക്കെ ഇവരെ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് നടത്തുന്നതിന് വേണ്ടി അവരെ സഹായിക്കാം എന്നും മോഡി കണ്ടെത്തിയത് ഈ ഇത്തരത്തിലുള്ള അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടാണ്. ഗൗതം അദാനി സിമൻറ്റ് വ്യവസായ രംഗത്തേക്ക് എത്തിയതിന് ശേഷം പല കമ്പനികളിലും, പല സിമൻറ്റ് കമ്പനികളിലും ഇൻകം ടാക്സിൻ്റെയോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒക്കെ റെയ്ഡുകളും അന്വേഷണങ്ങളും നടക്കുകയും പിന്നീട് ചുളുവിലയ്ക്ക് ആ കമ്പനികൾ ഗൗതം അദാനി വാങ്ങിയെടുക്കുന്നതൊക്കെ കഥകൾ നിരവധി പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും ഒക്കെ വരികയുണ്ടായി. അപ്പോൾ ഈ ഏജൻസികളെ എങ്ങനെയാണ് തങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ ഭരണത്തിലെ ആധിപത്യം നിലനിർത്തുന്നതിന്, തങ്ങളുടെ സഹയാത്രികരായിട്ടുള്ള കൂടെ നിൽക്കുന്ന വ്യവസായികളെ സഹായിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് കണ്ടെത്തിയിടത്താണ് മോഡിയുടെ ഭരണത്തിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ വിജയം ഇരിക്കുന്നത് അല്ലെങ്കിൽ നിലനിൽപ്പിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു കാര്യം കൂടി നമ്മൾ നോക്കുക, 2018 ഒരു പ്രത്യേക നിയമം ഗവൺമെൻറ് പാസ്സാക്കുകയുണ്ടായി. അതായത് ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം പാസ്സാക്കുകയുണ്ടായി. അത് എൻഫോഴ്സ് ചെയ്യുന്നതിനുള്ള അധികാരം കൂടി EDക്ക് ലഭിക്കുകയാണ്. അതോടുകൂടിയാണ് ED വേട്ടപ്പട്ടികളെ പോലെ കുരച്ച് ചാടിക്കൊണ്ട് ഈ പ്രതിപക്ഷ നേതാക്കന്മാരെയും തങ്ങളെ എതിർക്കുന്ന ആളുകളുടെയും വസതികളിലും ഓഫീസുകളിലുമൊക്കെ കടന്നു കയറുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് 2014 മുതൽ 2022 വരെയുള്ള കാലയളവിൽ പ്രതിപക്ഷ 121 റെയ്ഡുകളാണ് ED നടത്തിയതെന്നാണ് കണക്ക്. അതിൽ 115 എണ്ണവും, അതായത് 95% നടന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാക്കളുടെ വീടുകളിലും ഓഫീസുകളിലും ഒക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഏജൻസികളെ കൃത്യമായി തങ്ങളുടെ ഭരണം നിലനിർത്തുന്നതിന്, ഭരണത്തിൽ സ്വാധീനം ഉറപ്പിക്കുന്നതിന്, തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കുന്നതിന്, പ്രതിപക്ഷ നേതാക്കളെ മോശക്കാരായി ചിത്രീകരിക്കുന്നതിന് ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ വ്യക്തമായൊരു തെളിവാണ് ഈ കണക്ക്. മാത്രമല്ല, ഏറ്റവും വളരെ ശ്രദ്ധേയമായ കാര്യം, ഈ അന്വേഷണങ്ങൾ പലതും അന്നത്തെ പല നേതാക്കന്മാർക്ക് എതിരെ വന്നിട്ടുണ്ടെങ്കിലും പിന്നീട് ആ നേതാക്കന്മാർ BJPയിൽ ചേരുകയോ BJPയുടെ ആളുകളായി മാറുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവർക്കെതിരായിട്ടുള്ള അന്വേഷണം നിലയ്ക്കുന്നത് കാണാം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ശാരദ കേസിൽ, തട്ടിപ്പ് കേസിൽ അന്വേഷണം നേരിട്ട ആസാം മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. അന്ന് അദ്ദേഹം BJPയിൽ ചേർന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ എതിരായ കേസ് ആവിയായിപ്പോയി. അതുപോലെ തന്നെ പല ആളുകൾക്കെതിരായിട്ടുള്ള കേസുകൾ അവർ BJPയിൽ ചേർന്നതോടുകൂടി ആവിയായി പോകുന്നത് നമുക്ക് കാണാം. പിന്നെ കുറേ ആളുകളുണ്ട്, അവർ ചെയ്തത് BJPയുടെക്ക് വേണ്ടി ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കൊടുത്തതോടുകൂടി അവർക്കെതിരായിട്ടുള്ള കേസുകളും ഇല്ലാതാവുന്ന സ്ഥിതി ഉണ്ടാവും. ഈ പറഞ്ഞ ഈ അന്വേഷണ ഏജൻസി ഈ പ്രചണ്ഡമായ രീതിയിൽ റെയ്ഡുകളും അതുപോലെ തന്നെ മറ്റന്വേഷണങ്ങളും അറസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്,
ഇവർ വലിയ തോതിൽ അഴിമതിയും മറ്റു രീതിയിലുള്ള ക്രമക്കേടുകളും സാമ്പത്തിക ക്രമക്കേടും ഒക്കെ കണ്ടുപിടിച്ച് കോടതിക്ക് മുമ്പിലെത്തി അവരെ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷെ പാർലമെൻറ്റിൽ കൊടുത്തിട്ടുള്ള മറുപടി നമ്മൾ നോക്കണം. 5422 കേസുകളാണ് ഈ മോഡി ഭരണകാലത്ത് 2022-23 വരെ ഈ പറഞ്ഞ ED മാത്രം രജിസ്റ്റർ ചെയ്തത്. അതിൽ ശിക്ഷിക്കപ്പെട്ടത് എത്ര എണ്ണമാണെന്നറിയാമോ? പാർലമെൻറ്റിൽ പറഞ്ഞ കണക്കാണ് കേവലം 23 എണ്ണം. അതേ ശതമാനക്കണക്കിൽ 0.5% മാത്രം. അപ്പോൾ മോഡി ഭരണത്തിന് കീഴിൽ നടന്നിട്ടുള്ള റെയ്ഡുകളുടെ എണ്ണം 3010 എണ്ണമാണ്. അപ്പോൾ ശിക്ഷിക്കപ്പെട്ടത് കേവലം 23 എണ്ണം മാത്രമാണ്. 3010 റെയ്ഡുകൾ അവർ നടത്തുകയും ചെയ്തു. എന്നാൽ UPA ഭരണകാലത്ത് ആകെ നടന്നത് 112 റെയ്ഡുകളാണ്. അതായത് ഈ അധികാരം എങ്ങനെയാണ് ക്രമരഹിതമായിട്ട് നിയമവിരുദ്ധമായി എതിരാളികളെ തകർക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് ഇത്തരം ഏജൻസികളെ തുടലൂരി വിടുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ്. അപ്പോൾ കേവലം 23 കേസുകളിൽ മാത്രം ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഏജൻസിയാണ് ഇന്ന് ഈ നാട് മുഴുവൻ കുട്ടിച്ചോറാക്കി എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരെയും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി അവരുടെ വീടുകളിൽ രാത്രിക്ക് രാത്രി ചെന്ന് കയറി കഴുത്തിന് പിടിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുന്നത്. അതായത് ഭരണകൂടത്തിൻ്റെ ഉപകരണങ്ങളായിട്ടുള്ള ഇത്തരം ഏജൻസികളെ തങ്ങളുടെ സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി എങ്ങനെ നിലനിർത്താം എന്ന് മോഡിയും കൂട്ടരും ഓരോ ദിവസവും തെളിയിക്കുകയാണ്. അപ്പോൾ ഈ ഏജൻസികളെ കൊണ്ട് കൃത്യമായി അവർക്ക് ഉപയോഗിക്കാൻ കഴിയും, നല്ലൊരു മാർഗമാണ് എന്നവർ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനെ കൃത്യമായി ഉപയോഗിക്കുകയാണ്. ഈ ഏജൻസിയിലുള്ള ഈ ED പോലുള്ള CBI IT പോലുള്ള അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൃത്യമായി സംഘപരിവാർ പാരമ്പര്യമുള്ള സംഘപരിവാർ ആശയങ്ങളുള്ള ആഭിമുഖ്യമുള്ളവരെ കൊണ്ടുവന്നിരുത്തി അവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ഏജൻസിയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്കിപ്പോൾ വലിയൊരു ഒരു 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 നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വിപുലമായൊരു അധികാരവും ഒരു പദവിയും ഒരു കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് കിട്ടുന്നതോടുകൂടി അവർ അർമാദിക്കുകയാണ്, ശരിക്കും അഴിഞ്ഞാടുകയാണ്. വാസ്തവത്തിൽ അവരൊരു കാര്യം മനസ്സിലാക്കുന്നില്ല. കാരണം ആ ഒരു 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 ഉദ്യോഗസ്ഥ തലത്തിൻ്റെ ഒരു ഭരണത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഏജൻസിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്ന ഒരൊറ്റ എണ്ണം പോലും ഉദ്യോഗസ്ഥന്മാർ പോലും ഇതിൻ്റെ തലപ്പത്തില്ല എന്നുള്ളതാണ് ഈ ഗതികേടിലേക്ക് പോകുന്നതിനുള്ള കാരണം. ഒരു കാര്യം നമുക്ക് പറയാം, ഒരു ഗവൺമെൻറ് പറയുകയാണ് ഇന്നൊരാളുടെ അഴിമതി അല്ലെങ്കിൽ ഭരണകാലത്ത് കിടന്ന് തട്ടിപ്പ് സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ അന്വേഷിക്കേണ്ടത് ഇത്തരം ഏജൻസികളുടെ ചുമതലയാണ്. എന്നാൽ ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ അവർ ഇലക്ട്രൽ ബോണ്ടിലേക്ക് പണം നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആളുകൾ BJPയിലേക്ക് ചേക്കേറുന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവർക്കെതിരായിട്ടുള്ള അന്വേഷണവും റെയ്ഡും സെർച്ചുമൊക്കെ അവസാനിക്കുന്നത് എങ്ങനെയാണ്? അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ അന്വേഷിക്കുക എന്ന് പറയുന്നത് അവരുടെ ഉത്തരവാദിത്വമാണ്. എന്നാൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നൊരു കേസിൽ അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ, ആരോപണ വിധേയരായ ആളുകൾ BJP ഭരണത്തിന് അനുകൂലമായി മോദിക്ക് അനുകൂലമായി പണം കൊടുക്കുകയോ ആ പാർട്ടിയിലേക്ക് ചേരുകയോ ചെയ്യുമ്പോൾ അന്വേഷണവും നിലയ്ക്കുമ്പോൾ അത് പറ്റില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടവും നട്ടലുള്ള ഒരുത്തൻ പോലും EDക്കകത്തും അതുപോലെ തന്നെ ഈ CBIക്കകത്തും ആദായ നികുതി വകുപ്പിനകത്തും ഇല്ലാതെ പോയി. അതാണ് പ്രശ്നം. അപ്പം അതുകൊണ്ട് ഒരു തരത്തിലുള്ള അന്തസ്സ്, ആ ഭരണകൂടത്തിൻ്റെ സിവിൽ സർവീസിൻ്റെ അന്തസ്സ് എന്ന് പറയുന്നത് കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത ആളുകളായിപ്പോയി ഇതിൻ്റെ തലപ്പത്ത് വന്നിരിക്കുന്നത്. അതാണ് ഇന്ന് കാണുന്ന ഈ നാടകങ്ങളുടെ, ഈ റെയ്ഡ് നാടകങ്ങളുടെയും അറസ്റ്റ് നാടകങ്ങളുടെയും ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവരെ ആടിക്കളിക്കട കൊച്ചുരാമ, ചാടിക്കളിക്കട കൊച്ചുരാമ എന്ന് പറഞ്ഞതിനനുസരിച്ച് ചാടിക്കളിക്കുകയും ആടിക്കളിക്കുകയും ചെയ്യുന്ന കുരങ്ങന്മാരായി ഈ EDയിലെയും CBIയിലെയും ഇൻകം ടാക്സിലെയും ഉദ്യോഗസ്ഥന്മാർ മാറിപ്പോയിരിക്കുകയാണ്. അത് തൻ്റെ ഇടത്തോടുകൂടി ഭരണകൂടത്തോട് മുഖത്ത് നോക്കി അങ്ങനെയല്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അവർക്കെതിരെ കൂടി അന്വേഷണം വേണം, അല്ലെങ്കിൽ ഇന്നരി എന്ന് പറയാനുള്ള തൻ്റെ ഇടം കാലടക്കി പോലും ഇല്ലാത്ത
ആളുകളായി പോയി ഇതിൽ വന്നിരിക്കുന്നത്. അതാണ് പ്രശ്നം. ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഇഡിക്കകത്തുള്ള ഉദ്യോഗസ്ഥന്മാർ, CBIക്കകത്തുള്ള മറ്റേത് അന്വേഷണ ഏജൻസിക്കകത്തുള്ള ഉദ്യോഗസ്ഥന്മാരായാലും അവർ പറ്റുന്ന ശമ്പളം എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. അതിലേക്ക് പണം നൽകുന്നത് ഈ രാജ്യത്തെ ജനങ്ങളാണ്. അല്ലാതെ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർക്ക് നാഗ്പൂരിലെ കേശവ കുഞ്ചിൽ നിന്നല്ല ശമ്പളം കൊടുക്കുന്നത് എന്നവർ മനസ്സിലാക്കണം. ആ രീതിയിലാണ് RSSന് വേണ്ടിയും സംഘപരിവാറിന് വേണ്ടിയും BJPക്ക് വേണ്ടിയും എന്ത് വിടുപണി ഏൽപ്പിച്ചാലും അതേൽപ്പിക്കുന്ന പണി വൃത്തിയായി ചെയ്യുക, നന്നായി യജമാന സ്നേഹത്തോടുകൂടി കാല് നക്കിക്കൊണ്ട് ചെയ്യുക എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് ഈ ഏജൻസികൾ തരംതാണു പോയിരിക്കുന്നു. ഇന്ത്യയുടെ സിവിൽ സർവീസ് എന്ന് പറയുന്നതിന് സ്വാതന്ത്ര്യാനന്ദ കാലത്ത് ഇത്രയും കളങ്കമേൽപ്പിച്ച, ഇത്രയും നിലവാരം കുറഞ്ഞുപോയ, ഇത്രയും അന്തസ്സില്ലാത്തൊരു നിലവാരത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇന്ന് അതിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഒരു കാര്യം കൂടി പ്രത്യേകം നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, ഏതെല്ലാം രീതിയിൽ റെയ്ഡുകൾ നടത്തി, അറസ്റ്റ് നടത്തി, ആരോപണങ്ങൾ ഉന്നയിച്ച്, കേസുകൾ ഉണ്ടാക്കിയൊക്കെ പ്രതിപക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ ഏജൻസികൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെക്കാലവും ശമ്പളം മേടിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് ശമ്പളം നൽകുന്നത് ഈ രാജ്യത്തെ ജനങ്ങളാണ്. അതൊരിക്കലും നാഗ്പൂരിൽ നിന്നല്ല എന്ന് മാത്രം ഈ ഏജൻസികളിലെ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണം. അന്തസ്സോടുകൂടി പ്രവർത്തിക്കാൻ, സിവിൽ സർവീസിൻ്റെ അന്തസ്സും അതിൻ്റെ ആഭിജാത്യവും ഗരിമയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തൻ്റെ ഇടത്തോടുള്ള നിലപാട് എടുക്കാൻ കഴിയുന്ന കുറച്ച് പേരെങ്കിലും ഇതിൽ ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.